എന്താണ് MDMA? ഇത് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? എന്താണ് MDMA? ഇത് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളിലൊന്നാണ് ലഹരി. മനുഷ്യന്റെ സ്വാഭാവിക വികാരങ്ങളിൽ ചലനം സൃഷ്ടിക്കുന്ന എല്ലാ ലഹരിയും ആപത്ത് തന്നെയാണ്. അത് നാട്ടിൽ അനുവദനീയമായ മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയായാലും ശരി, നിരോധിത ലഹരി വസ്തുക്കളായ കഞ്ചാവ്, MDMA, കൊക്കൈൻ തുടങ്ങിയവയായാലും ശരി, എല്ലാം നാടിന് ആപത്ത് തന്നെയാണെന്ന് ആദ്യമേ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ യുവാക്കളും സ്ത്രീകളും കുട്ടികളും വരെ അവർ പോലും അറിയാതെ അകപ്പെട്ടു പോകുന്ന MDMA എന്ന മാരക ലഹരിയെക്കുറിച്ചാണ്. സിന്തറ്റിക് ലഹരി മരുന്നുകളോടാണ് യുവാക്കൾക്ക് ഏറെ പ്രിയം. ഇവയിൽ തന്നെ MDMA ആണ് കൂടുതലായും ഉള്ളത്. 3,4-മെഥൈൽ മെത്താഫിറ്റമിൻ എന്നതാണ് MDMAയുടെ പൂർണ്ണനാമം. പല രീതിയിൽ ഇത് വിപണിയിൽ ലഭ്യമാണ്. രൂപത്തിലുള്ള വ്യത്യാസമനുസരിച്ച് അതിലടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. വ്യത്യസ്ത നിറങ്ങളിൽ ഗുളിക രൂപത്തിൽ ലഭിക്കുന്നവയെ എക്സ്റ്റസി എന്നും ക്രിസ്റ്റൽ രൂപത്തിൽ ലഭിക്കുന്നവയെ മാൻറ്റി അഥവാ മോളി എന്നുമാണ് അറിയപ്പെടുന്നത്. പേരിലുള്ള വ്യത്യാസം പോലെ അവയിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങളിൽ വ്യത്യാസമുണ്ട്. 1912 ജർമ്മൻ കമ്പനിയായ മെർക്കയാണ് ആദ്യമായി MDMA വികസിപ്പിച്ചെടുത്തത്. മനുഷ്യ ശരീരത്തിലെ അമിത രക്തസ്രാവം തടയുന്നതിനായി പരീക്ഷണാർത്ഥത്തിൽ വികസിപ്പിച്ചെടുത്ത മരുന്നായിരുന്നു MDMA. എന്നാൽ മെഡിക്കൽ രംഗത്ത് വ്യാപകമായി ഉപയോഗിച്ചില്ലെങ്കിലും 80കളുടെ തുടക്കത്തിൽ തന്നെ മനുഷ്യനെ കീഴടക്കുന്ന മാരകമായ ലഹരിയായി MDMA മാറി. ഇന്ത്യയെ കൂടാതെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ MDMAയുടെ ഉപയോഗത്തിന് നിരോധനമുണ്ട്. എന്നാൽ കാനഡയിൽ പരിമിതമായ അളവിൽ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് MDMA ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന അളവിനനുസരിച്ച് MDMA ശരീരത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ 30 മുതൽ 60 മിനിറ്റിനുള്ളിൽ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നീട് 4.5 മണിക്കൂർ നേരത്തേക്കെങ്കിലും ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുക MDMA എന്ന വില്ലനായിരിക്കും. ഈ സമയം പാട്ടിനൊത്ത് ആർമാദിക്കുന്നതിനോടൊപ്പം വേണ്ടി വന്നാൽ ഒരാളെ കൊലപ്പെടുത്താനുള്ള മാനസികാവസ്ഥയും ഉപയോഗിക്കുന്ന ആളിലുണ്ടാവാം. എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം? മനുഷ്യനിൽ ഉണ്ടാകുന്ന എല്ലാത്തരം വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും കേന്ദ്രം നമ്മുടെ മസ്തിഷ്കം അഥവാ തലച്ചോറാണ്. തലച്ചോറിനകത്ത് ആശയവിനിമയം നടക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ വഴിയാണ്. ദേഷ്യം, സ്നേഹം, വിശപ്പ് തുടങ്ങി ഒട്ടുമിക്ക വികാരങ്ങളും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ വിളിക്കുന്ന പേരാണ് സെറോട്ടോണിൻ. MDMA ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സെറോട്ടോണിൻ നിയന്ത്രിച്ചുകൊണ്ട് ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് MDMA ആയിരിക്കും. ഈ സമയം ചിലരിൽ ആനന്ദകരമായ നിമിഷങ്ങൾ ആയിരിക്കും. ചിന്തിക്കാവുന്നതിനേക്കാൾ ഊർജ്ജത്തിൽ നൃത്തം ചെയ്യാൻ സാധിച്ചേക്കാം. അതുകൊണ്ടാണ് DJ പാർട്ടികളിൽ MDMA വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നത്. ഒപ്പം മറ്റു ചിലരിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥയും ഉണ്ടാകും. മദ്യപാനത്തിൻ്റെയോ പുകവലിയുടെയോ പ്രത്യാഘാതങ്ങളല്ല MDMAയ്ക്കുള്ളത്. നിരന്തരമായി ഉപയോഗിക്കുന്നവരിൽ 3 വർഷത്തിനുള്ളിൽ മരണമുണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് 55% പേർ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുന്നു. 13% പേർ ആത്മഹത്യയിലൂടെയും. ചുരുക്കം ചിലർ കൊലപാതകങ്ങൾക്ക് പോലും ഇരയാകുന്നു. തുടർച്ചയായി ഉപയോഗിക്കുന്നവരിൽ പല്ല് കടിച്ചു പൊട്ടിക്കാനുള്ള പ്രവണത കൂടുതലാണ്. തുടർന്ന് പല്ലുകൾ ദ്രവിക്കുകയും അതിനുശേഷം അവ കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. MDMA ഉപയോഗിക്കുന്നത് മൂലം പെട്ടെന്നുണ്ടാകുന്ന മൂഡ് ഷിഫ്റ്റിങ്ങുകൾ പിന്നീട് അവ ഉപയോഗിക്കാതെ വരുമ്പോൾ ഡിപ്രഷൻ, ബൈപ്പോളർ ഡിസോർഡർ എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നു. ശരീര താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം അമിതമായി വിയർക്കുകയും ശരീരത്തിലെ നിർജ്ജലീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇവ ഉപയോഗിക്കുന്ന സമയത്ത് ലൈംഗികാസക്തി കൂടുതലാണെങ്കിലും പിന്നീട് ഉദ്ധാരണം വരെ നടക്കാതെ ലൈംഗിക ജീവിതം താറുമാറായി പോകുന്നു. NDPS ആക്ട് അഥവാ നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ 22ാം വകുപ്പ് പ്രകാരം MDMA ഉപയോഗിക്കുന്നതും കൈവശം വയ്ക്കുന്നതും വിൽപ്പന നടത്തുന്നതും കുറ്റകരമാണ്. നിയമം അനുസരിച്ച് 0.5 ഗ്രാം MDMA സ്മോൾ ക്വാണ്ടിറ്റിയും 10 ഗ്രാം MDMA കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുമാണ്. പിടിക്കപ്പെടുന്ന അളവ് സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ 1 വർഷം വരെ തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. 0.5 ഗ്രാം മുതൽ 10 ഗ്രാം വരെയാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയുമാണ് പിഴ. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അഥവാ 10 ഗ്രാമിനേക്കാൾ കൂടുതൽ ആണ് പിടിക്കുന്നതെങ്കിൽ 20 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും നൽകേണ്ടി വന്നേക്കാം. ഇവയെല്ലാമാണ് MDMA എന്ന മാരക ലഹരിക്ക് പിന്നിലുള്ള വസ്തുതകൾ.
ഒരിക്കലെങ്കിലും ഇത് ഉപയോഗിച്ചവരാണോ നിങ്ങൾ? എങ്കിൽ ഈ നിമിഷം മുതലെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മറ്റ് വേണ്ടപ്പെട്ടവർക്കും വേണ്ടി ഈ വിപത്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുക. ഒപ്പം മറ്റെല്ലാ ലഹരി വസ്തുക്കളെയും നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തുക. നമ്മുടെ നാട് നന്നാവേണ്ടത് കേവലം ഭരണകർത്താക്കളുടെ മാത്രം ആവശ്യമല്ല, മറിച്ച് ഇവിടെ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെ കൂടിയാണ്.